ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് HMP ഷണ്ട് പാത്വേ, അല്ലെങ്കിൽ നമുക്കതിനെ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് വിളിക്കാം. പിന്നെ അതേപോലെ ഫോസ്ഫോഗ്ലൂക്കണേറ്റ് പാത്വേ എന്ന് വിളിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മെയിനായിട്ട് അതിൽ വരുന്ന കോമ്പൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പേര് നമ്മൾ പറയുക. ഹെക്സോസ് എന്ന് പറയാൻ കാരണം അതിൽ 6 കാർബൺ മെയിനായിട്ട് 6 കാർബൺ ഷുഗറാണ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത്. മോണോഫോസ്ഫേറ്റ് പറയാൻ കാരണം മെയിനായിട്ട് ഉണ്ടാകുന്നത് മോണോഫോസ്ഫേറ്റ്സ് ആണ്, അതിൽ ഡൈഫോസ്ഫേറ്റ്സ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ തന്നെ മോണോഫോസ്ഫേറ്റ് രൂപമാണ് അതിലുണ്ടാകുന്നത്. ഹെക്സോസ് എന്ന് പറയുമ്പോൾ 6 കാർബൺ ഫോം ചെയ്യുന്നുണ്ട്. പെൻഡോസ് എന്ന് പറയുമ്പോൾ 5 കാർബൺ ഷുഗർ അതിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് ഫോസ്ഫോഗ്ലൂക്കണേറ്റ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വേറൊരു പേര് ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഓക്സിഡേറ്റീവ് പാത്വേ എന്ന് വിളിക്കുന്നത്. ഇത് മെയിനാണ് മൂന്ന് പേരുകൾ അതിന് പറയപ്പെടുന്നത്. മെയിനായിട്ട് പിന്നെ പറയുന്ന വേറെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയത് NADPH ആണ് മെയിനായിട്ട് ഇതിൽ ഉണ്ടാകുന്നത്. അതേപോലെ റൈബോസ് ഷുഗർ ഉണ്ടാകുന്നുണ്ട്, റൈബോസ് 5 ഫോസ്ഫേറ്റ്. എന്താണ് അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NADPH യൂസ് ചെയ്തിട്ടാണ് ഫാറ്റി ആസിഡ്സ് അതേപോലെ തന്നെ സ്റ്റിറോയിഡ്സ് ഉണ്ടാകുന്നത്. ഇനി അതേസമയം റൈബോസ് ഷുഗർ അല്ലെങ്കിൽ റൈബോസ് 5 ഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നത്, ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നത്. പിന്നെ ഗ്ലൈക്കോലൈസിസ് നമ്മൾ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മോണോഫോസ്ഫേറ്റ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. അതും പെൻഡോസ് ഉണ്ടാകും, അതേപോലെ ഹെക്സോസും ഉണ്ടാകും. രണ്ടിൻ്റെയും മോണോഫോസ്ഫേറ്റ് രൂപം മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൂടാതെ NADPH ഉണ്ടാകുന്നതും അല്ലെങ്കിൽ NADPH2 ഉണ്ടാകുന്നത് ഈ പറയുന്ന ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ അല്ലെങ്കിൽ HMP പാത്വേയിലാണ്. ഇനി ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്നാണ് ഈ പറയുന്ന HMP ഷണ്ട് പാത്വേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് പല രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ നമുക്കതിനെ വരയ്ക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഗ്ലൈക്കോലൈസിസ് കണ്ട ഒരു ഭാഗത്ത് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് സെയിം രീതിയിലാണ് ഇവിടെയും വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്പർ 1 2 3 4 5 6 വരച്ചു അല്ലേ. അതിൽ തേർഡ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ H റൈറ്റ് സൈഡിലാണ്, ബാക്കി പൊസിഷൻസിൽ OH റൈറ്റ് സൈഡിൽ വരും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്കത് വേഗം ഓർത്ത് വയ്ക്കാൻ കഴിയും. അതേസമയം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും വേറെ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതിൽ നമുക്കറിയാം സിയിൽ നിന്നും 5ാമത്തെ കാർബണിൻ്റെ സിയിൽ നിന്നും OHന് പകരം നമ്മളതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കാർബണിലോട്ടാണ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ മറ്റേതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് മാറി നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമുല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ഉണ്ടാകില്ല. രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമുല C6H12O6 ആയിരിക്കും. ആകെ വരുന്നത് ചെറിയ സ്ട്രക്ചറിൽ വരുന്ന നേരിയ ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ രീതിയിലും വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം. കണക്ഷൻ വരിക 5 കാർബണിൽ നിന്നും ഫസ്റ്റ് കാർബണിലോട്ടാണ് അതിൻ്റെ കണക്ഷൻ വരാൻ പോകുന്നത്. അതേസമയം ആ ഒരു ചേഞ്ചസ് C+O എന്ന് പറയുന്ന പൊസിഷനിൽ ചേഞ്ച് വരും, അത് COH ആയിട്ട് വരും, അതേപോലെ H അവിടെ വരും. പക്ഷെ മോളിക്കുലർ ഫോമിൽ മൊത്തം നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും C6H12O6 തന്നെയായിരിക്കും, അതിൽ വ്യത്യാസം കാണത്തില്ല. H12 പകരം നമുക്കറിയാം അതിൽ ഒരു P കയറി വരുന്നുണ്ട് അല്ലേ. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സെയിം ആണ്. NADP പ്ലസ് NADPH2 ആയിട്ട് മാറും. ഇപ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഗ്ലൂക്കോസിന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്നും 6 ഫോസ്ഫോ ഗ്ലൂക്കോണോ ലാക്ടോൺ ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അവിടെ നമുക്കറിയാം ഒരു NADP പ്ലസ് NADPH2 ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ NADPH2 എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ H2 മോളിക്യൂൾ പോകുന്നുണ്ട്. ഇനി അത് ഏത് പൊസിഷനിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് കാർബൺ വരച്ചിരിക്കുന്ന 2 ഹൈഡ്രജനാണ് NADPൻ്റെ ഒപ്പം പോകുന്നത്. അങ്ങനെ അത് NADPH2 ആയിട്ട് മാറും, കാരണം ആ 2 ഹൈഡ്രജൻ NADP പ്ലസിൻ്റെ ഒപ്പം പോയി. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ പോകാൻ നേരത്ത് വരുന്ന എൻസൈമിൻ്റെ പേരാണ് ഡീഹൈഡ്രോജനേസ്. ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം വരുമ്പോൾ അവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ പോകുന്നുണ്ട്. ഇനി ഏത് പൊസിഷനിൽ നിന്നാണ് പോകുന്നത്? ഫസ്റ്റ് കാർബണിൻ്റെ 2 ഹൈഡ്രജൻ ആണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് ഓക്സിജനിലുള്ള സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറും? അതൊരു ഡബിൾ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്.
ബാക്കി സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ചസും ഇല്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം വരച്ച ആ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഫസ്റ്റ് കാർബൺ എന്ന് പറയുന്നത് C+O ആയിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ ഒരു ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വരുന്ന ആ നെയിമിലുള്ള വ്യത്യാസമാണ് 6-phosphoglucono ലാക്ടോൺ എന്ന് പറയുന്നത്. ഈ 6-phosphoglucono ലാക്ടോൺ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്? നമുക്കറിയാം അതിൻ്റെ ചേഞ്ച് വരാൻ പോകുന്നത് 6-phosphogluconate ആയിട്ട് മാറുകയാണ്. അപ്പം ഇവിടെ ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂളാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പേര് ഹൈഡ്രോലേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ എന്തോ ലൈസിസ് അല്ലെങ്കിൽ അതിന് ബ്രേക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്പറിങ് ചെയ്ത സ്ഥലത്ത് ഫസ്റ്റ് കാർബണിൽ നിന്നും 5th കാർബണിലോട്ടാണ് നമ്മൾ കണക്ഷൻ ബ്രിഡ്ജ് വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതവിടെ ബ്രേക്ക് ആവുകയാണ്. ബ്രേക്ക് ആയിട്ട് ആ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് ഈ ഓക്സിജൻ പതുക്കെ ഏതിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് എന്തായിട്ട് മാറും? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, COO- ആയിട്ട് മാറണം. അപ്പോൾ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അത് ഓക്സിജനിലോട്ട് ചെന്ന് ആ ഓക്സിജൻ അത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന കാർബണിലോട്ട് പോവുകയും അതെന്തായിട്ട് മാറും? COO ആയിട്ട് മാറും. ഇങ്ങനെ പോവുകയാണ്, എന്നിട്ട് അത് COO ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വേറെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രിഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ബ്രേക്കായി, പിന്നെ മറ്റേ സ്ഥലത്ത് എന്താണ് വന്നത്? മറ്റേ സ്ഥലത്തേക്ക് OH, നമ്മുടെ വാട്ടറിൽ നിന്നുള്ളൊരു OH ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വാട്ടർ വന്ന സമയത്ത് അവിടെ ഒരു ലൈസിസ് നടക്കുന്നുണ്ട്, ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. ഇതിപ്പം തന്നെ ഒരു പുതിയ OH ഇതിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏത് പൊസിഷനിലാണ്, എവിടെയാണ് ആദ്യം ലിങ്ക് ഉണ്ടായത് ആ പൊസിഷനിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കാർബണും 5th കാർബണും തമ്മിലാണ് ആദ്യം ലിങ്ക് ഉണ്ടായത് അല്ലേ. നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. ഫസ്റ്റ് കാർബണും 5th കാർബണും തമ്മിലുണ്ടായിരുന്ന ലിങ്കാണ് ഇപ്പോൾ ബ്രേക്ക് ആയിരിക്കുന്നത്. ബ്രേക്ക് ആവുന്ന സമയത്ത് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് പോകും, ഏതിലാണോ അറ്റാച്ച് ചെയ്ത് കിടന്ന് ആ കാർബണിലോട്ട് ചെല്ലുകയാണ്. അതേസമയം ആ പൊസിഷനിൽ 5th പൊസിഷനിൽ ഒരു OH കയറിയിരിക്കും. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് 6-phosphogluconate എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ 6-phosphoglucono ലാക്ടോൺ എന്തായിട്ട് മാറി? 6-phosphogluconate ആയിട്ട് മാറി. ഇനി അതിൽ വരുന്ന നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 6-phosphogluconate റിബുലോസ് 5-phosphate ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീഹൈഡ്രോജനേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ പോകുന്നുണ്ട്, H2 മോളിക്യൂൾ പോകും. അത് ഏത് പൊസിഷനിൽ നിന്നാണ് പോകുന്നത്, അതിൻ്റെ ഒപ്പം അതിൽ വരുന്ന മാറ്റങ്ങൾ, അത് പോകാൻ പോകുന്നത് നമ്മൾ നേരത്തെ വരച്ച മൂന്നാമത്തെ പൊസിഷനിൽ. ആ പൊസിഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള 2 ഹൈഡ്രജനാണ് ഇത്തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് പോകും. അതാണ് ഫസ്റ്റ് കാർബണിൽ നമ്മൾ നേരത്തെ ഉണ്ടായ COO- എന്ന് പറയുന്നത്. അതൊരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ആകുന്നുണ്ട്. നമ്മളിവിടെ നോക്കിയാൽ ആ സ്റ്റാർ മാർക്കിട്ട് വെച്ചിരിക്കുന്നതാണ് CO2 എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അതവിടെ ലിബറേറ്റ് ആയിപ്പോകും. അപ്പോൾ 6-phosphogluconateൽ നിന്നും ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പോയി. അത് കൂടാതെ സംഭവിച്ച ചേഞ്ച് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഡീഹൈഡ്രോജനേസ് എന്ന് വിളിക്കുന്നത്. പേരെന്തായിരിക്കും? ഏതാണോ ആ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് അതിൻ്റെ തന്നെയാണ് പേര്. അപ്പോൾ 6-phosphogluconate ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമാണ് അവിടെ വരുന്നത്. അതിന് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹൈഡ്രജൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്താ ഉണ്ടായത്? NADPH2 ഉണ്ടായി, അല്ലെങ്കിൽ NADPH+H+ എന്ന് പറയുന്ന ഒരു എനർജി മോളിക്യൂൾ. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കൂടാതെ തന്നെ വേറൊരു മോളിക്യൂൾ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ റോളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്കുണ്ടായ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് റിബുലോസ് 5-phosphate എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിബുലോസ് 5-phosphate എന്നുള്ള പേര് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി ഈ റിബുലോസ് 5-phosphate എന്താണ് ഡിഫറൻസ് വന്നത്? നമുക്കറിയാം ഹൈഡ്രജൻ പോയിട്ടുണ്ട്. അത് ഏത് പൊസിഷനിലാണ് പോയത്? 3rd പൊസിഷനിലാണ് പോയത്. അപ്പോൾ റിമൈനിങ് ആയിട്ടുണ്ടായിരുന്നത് ആ ഓക്സിജൻ മാത്രമാണ്. ആ ഓക്സിജൻ എന്തായിട്ട് മാറും? അവിടെ ഉണ്ടായിരുന്ന സിംഗിൾ ബോണ്ട്, അതായത് നമുക്കറിയാം ഹൈഡ്രജൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ ഇവിടുന്ന് പോയി 2 സ്ഥലത്തുനിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ആ സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറുകയാണ്? ഡബിൾ ബോണ്ടായിട്ട് മാറുകയാണ്. നമുക്ക് അത് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഹൈഡ്രജൻ പോകുന്ന പൊസിഷനിൽ
ഡബിൾ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് പോയ സ്ഥലത്ത് ആരാ കയറിയിരിക്കുക? ആ വേക്കൻസി ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ കയറിയിരിക്കുന്നുണ്ട്. അതാണ് ആ മോളിക്യൂളിൽ വരുന്ന ചേഞ്ച്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ട്രക്ചറിലും ഡിഫറൻസ് ഒന്നുമില്ല, പൊസിഷനിൽ വന്നിരിക്കുന്ന ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റിബുലോസ് 5-ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് 5-ഫോസ്ഫേറ്റ് ആയത്? നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു മോളിക്യൂളിൽ ഉണ്ടായിരുന്ന കാർബണിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് കാർബൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡായി പോയി. പിന്നെ ഉള്ളത് റിമൈനിങ് ആയിട്ടുള്ള ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഞാൻ മാറ്റിയിട്ടില്ല. 2, 3, 4, 5, 6 ഫസ്റ്റ് കാർബൺ 1 അവിടെ നിന്ന് പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബാക്കി നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എത്ര കാർബണാണ് ഇപ്പോൾ ഉള്ളത്? 5 കാർബണാണുള്ളത്. അതിൽ 5ാമത്തെ പൊസിഷനിലാണ് ശരിക്കും ഇപ്പോൾ ഫോസ്ഫേറ്റ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് റിബുലോസ് 5-ഫോസ്ഫേറ്റ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇനി റിബുലോസ് 5-ഫോസ്ഫേറ്റിന് 2 എൻസൈംസിൻ്റെ പ്രസൻസിൽ 2 രീതിയിൽ അതിനെ കൺവേർഷൻ സംഭവിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എൻസൈംസിൻ്റെ പേരാണ്. ഓക്കെ, ഇവിടെ 2 രീതിയിലുള്ള എൻസൈംസ് വരുന്നുണ്ട്. ഐസോമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വരുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്ന വേറൊരു എൻസൈമാണ് എപ്പിമെറേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമറേസിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നത്? എപ്പിമെറേസിൻ്റെ പ്രസൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഐസോമറേസിൻ്റെ പ്രസൻസിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് നടക്കുക. അപ്പം നമ്മളിവിടെ കാർബൺ ഒന്നും കൂടി നമ്പർ ചെയ്യാം. നമ്പറിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ പഴയ നമ്പറിങ് തന്നെ ഇട്ടിട്ടാണ് പറയുന്നത്. കാരണം ഫസ്റ്റ് കാർബൺ ആയിട്ടുണ്ടായിരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോയി. ഓക്കെ, ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാത്ത നമ്പറിങ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ശരിക്കും വേണ്ട നമ്പറിങ്ങാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പൊസിഷനിലാണ് ആ ചേഞ്ച് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ റൈബോസ് 5-ഫോസ്ഫേറ്റിൻ്റെ കേസിൽ ഈ പറയുന്ന ഏറ്റവും ആദ്യം കണ്ടതുപോലെയുള്ളൊരു ചേഞ്ച് നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കേസിൽ അപ്പോൾ നമ്മൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് കാർബണിൽ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഈ 5th കാർബണിൽ നിന്നും 2nd കാർബണിലോട്ട് നമ്മളൊരു ബ്രിഡ്ജ് വരയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു കണക്ഷൻ അവിടെ വരും. ഫസ്റ്റ് കാർബണിൽ നിന്നും 4th കാർബണിലോട്ട് എന്നുള്ള രീതിയിൽ നമ്മളത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ വരുന്ന ചേഞ്ച് ഇപ്പം മേളിൽ നമ്മൾ കണ്ടതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷനിൽ 4th പൊസിഷൻ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ അവിടെ ഒരു OH ഉണ്ടായിരുന്നു. ആ OHലുണ്ടായിരുന്ന ഓക്സിജനിലാണ് ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത്. 5th പൊസിഷനിലുള്ള കാർബണാണ് ശ്രദ്ധിക്കേണ്ടത്. 5th പൊസിഷനിലുണ്ടായിരുന്ന OHൻ്റെ ഹൈഡ്രജൻ പതുക്കെ അവിടെ നിന്ന് മാറുകയാണ്. ഓക്കെ, പതുക്കെ മാറിയിട്ട് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ ഹൈഡ്രജനാണ് ഈ ഒരു പൊസിഷനിലുള്ള ഓക്സിജൻ പതുക്കെ നമുക്ക് ആ ലിങ്കേജിലോട്ട് വരും. പിന്നെ മേളിലുണ്ടായിരുന്ന 3rd പൊസിഷനിലുണ്ടായിരുന്ന C+O എന്തായിട്ട് മാറും? അത് OH ആയിട്ട് മാറും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ 3rd പൊസിഷനിൽ C+O ആയിരുന്നു, അത് COH ആയിട്ട് മാറി. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ആ ലിങ്ക് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. 5th പൊസിഷനിൽ നിന്നും 2nd പൊസിഷനിലോട്ട് വരുന്ന ലിങ്ക് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത് ഉണ്ടാകുന്നത് ഐസോമറേസിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് റിബുലോസ് 5-ഫോസ്ഫേറ്റ് ഐസോമറേസ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്ന് നമ്മൾ വിളിക്കുക. ഇപ്പോൾ റിബുലോസ് 5-ഫോസ്ഫേറ്റ് ഐസോമറേസിൻ്റെ പ്രസൻസിൽ റൈബോസ് 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഇനി അതേപോലെ വേറൊരു എൻസൈം വരാൻ സാധ്യതയുള്ളത് എപ്പിമെറേസ് ആണ്. എപ്പിമെറേസ് എന്ന് പറയുമ്പോൾ റിബുലോസ് 5-ഫോസ്ഫേറ്റ് എപ്പിമെറേസ് എന്ന് നമ്മൾ പറയണം. റിബുലോസിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഈ കേസിൽ 4th പൊസിഷനിൽ ആണ് ചേഞ്ച് വരുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഫസ്റ്റ് പൊസിഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, അത് പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം വരുന്ന 2, 3, 4 ഈ പറയുന്ന 4th പൊസിഷനിൽ നമുക്കറിയാം OH ഉണ്ട്. അവിടെയാണ് ചേഞ്ച് വരുന്നത്. എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് വെച്ചാൽ OHഉം Hഉം പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും. ആ ഒരു പൊസിഷൻ മാത്രമാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് എപ്പിമെറേസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ അവിടെ വരുന്ന എൻസൈമിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇവിടെ ഒരു ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ പൊസിഷൻ
ലൈറ്റായിട്ട് രണ്ട് സൈഡിലേക്ക് വേണ്ടി ചേഞ്ച് ആവുന്നതാണ്. ആ ചേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ പേരിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വിളിക്കുന്ന പേരാണ് സൈലുലോസ് 5-ഫോസ്ഫേറ്റ് എന്നാണ് നമ്മൾ പേര് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെറിയൊരു ചേഞ്ച് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ആ ഒരു ഇതിൽ തന്നെ ഞാനൊരു ബ്ലൂ ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം അടുത്ത സ്റ്റെപ്പിൽ വേറൊരു എൻസൈം നമ്മൾ പറയുന്നുണ്ട്. ആ എൻസൈമിൻ്റെ ഫങ്ഷൻ ഇവർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ബോക്സ് വരച്ച ആൾ നമ്മൾ പതുക്കെ അതൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വരുന്ന എൻസൈമിൻ്റെ പേരാണ് ട്രാൻസ്കീറ്റോലേസ്. ട്രാൻസ്കീറ്റോലേസ് എന്നുള്ള എൻസൈമിൽ എന്ത് വരുന്നുണ്ട്? കീറ്റോ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബോക്സിൽ വരച്ച ആളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. CH2OH C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ആ സ്ട്രക്ചറിൽ കണ്ട ആളാണ്. ഈ രണ്ട് സ്ട്രക്ചറും സെയിം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2, ഇവിടെ വരച്ചിരിക്കുന്ന CH2 എന്നുള്ളത് ഞാൻ ഒരുമിച്ച് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് CH2OH, പിന്നെ താഴത്തേക്ക് C ഡബിൾ ബോണ്ടോ, പിന്നെ ബാക്കിയുള്ള സ്ട്രക്ചർ അതേപോലെ. ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം സ്ട്രീം അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബോക്സിൽ ഇട്ടിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വരച്ച് നമ്മൾ ആ കീറ്റോ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ബോക്സ്. ഓക്കെ, ട്രാൻസ്കീറ്റോലേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ബോക്സിൻ്റെ അകത്ത് വരച്ചിരിക്കുന്ന ഗ്രൂപ്പിനെ പതുക്കെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറൊരു മോളിക്യൂളിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് ഏതാണ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റിബുലോസ് അല്ല, റൈബോസ് 5-ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന റൈബോസ് 5-ഫോസ്ഫേറ്റിലോട്ടാണ് നമ്മുടെ ട്രാൻസ്കീറ്റോലേസ് സൈലുലോസിന് ആദ്യത്തെ ആ ഒരു ബോക്സിൽ വരച്ചിരുന്ന CH2OH C ഡബിൾ ബോണ്ട് O എന്നുള്ള ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ നമുക്ക് കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണിച്ചിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈലുലോസ് 5-ഫോസ്ഫേറ്റിൽ നിന്നും, പിന്നെ ബാക്കി താഴത്തേക്ക് വരച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് റൈബോസ് 5-ഫോസ്ഫേറ്റിൻ്റെയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്കീറ്റോലേസ് എന്ന് പറയുന്നത് അഡീഷൻ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് റൈബോസ് 5-ഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, റൈബോസ് 5-ഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? ആ സെയിം സ്ട്രക്ചർ തന്നെയാണ് താഴത്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ, സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആകെ ചേഞ്ച് എന്ന് പറയുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് 6 കാർബണിൽ ഉണ്ടായിരുന്ന നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്ട്രക്ചറിലോട്ട് പോവാണ്. റൈബോസ് 5-ഫോസ്ഫേറ്റിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ ഇതെന്തായിട്ട് മാറും? 4th പൊസിഷനിൽ OH ആയിട്ട് മാറും. അപ്പോൾ ഇവിടേക്ക് OH വരികയാണ്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കി ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2nd പൊസിഷനിലുള്ള HOHൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുക HOH എവിടെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴെവിടെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന HOHൽ OH ഇവിടെയായിരുന്നു. ആ സെയിം സാധനം താഴത്തെത്തിയപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് അല്ലേ, ലെഫ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് മാത്രമേ ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ OH വന്നിട്ടുണ്ടാവും. ഓക്കെ, ബോണ്ട് ബ്രേക്ക് ചെയ്തു, അത് OH ആയിട്ട് മാറി. അപ്പോൾ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോസ്ഫേറ്റിനോട് തൊട്ട് കിടക്കുന്ന പൊസിഷൻ OH ആയിട്ട് മാറി. പിന്നെ ഈ ഒരു കാണിച്ചിരിക്കുന്ന പൊസിഷനിൽ അതിൻ്റെ ചേഞ്ച് ഉണ്ടായി. OHൻ്റെയും Hൻ്റെയും പൊസിഷൻ രണ്ട് സൈഡിലോട്ട് മാറി. ബാക്കി മേളിൽ കാണുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മുടെ സൈലുലോസിൽ ഏറ്റവും ആദ്യം വരച്ച സ്ട്രക്ചറാണത് അല്ലേ, അതിലാദ്യത്തെ പോർഷനാണത്. അതാണ് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ട്രാൻസ്കീറ്റോലേസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്കീറ്റോലേസ് എന്താ ചെയ്തത്? റൈബുലോസ് 5-ഫോസ്ഫേറ്റിലോട്ട് ആ കീറ്റോ മൊയിറ്റി ഉള്ള സ്ട്രക്ചർ ആഡ് ചെയ്തു. അതുവഴി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് സീഡോ ഹെപ്റ്റുലോസ് 7-ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സീഡോ ഹെപ്റ്റുലോസ് 7-ഫോസ്ഫേറ്റ് കിട്ടി. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സാധനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ സൈലുലോസ് 5-ഫോസ്ഫേറ്റിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് ഇവിടം വരെയുള്ള ഭാഗം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. അവിടെ വരെയുള്ള ഭാഗം നമ്മുടെ റിബുലോസ് 5-ഫോസ്ഫേറ്റിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ താഴത്തെ റിമൈനിങ് ആയിട്ട് കടന്ന സാധനമാണ് തൊട്ട് താഴേക്ക് വരാം. ഓക്കെ, ഞാനതിവിടെ എടുത്ത് മാർക്ക് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ കാണുന്ന ആളാണ് നമ്മൾ തൊട്ട് താഴെ വരച്ചിരിക്കുന്നത്. അയാൾ എന്താണ്? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആണ്. ആ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് C+OH ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു പൊസിഷനിൽ COH ഉണ്ടാകും, അതിൽ H പോയിട്ട് C+OH ആയിട്ട് മാറും. അത് മാത്രമേ, ആ ഒരു ഹൈഡ്രജൻ പോകുന്നത് മാത്രമേ അവിടെയുള്ള ഡിഫറൻസ് ഉള്ളൂ. ഇത് കാണുന്നതാണ് നമ്മുടെ എന്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങളിവിടെ സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എൻസൈമിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണം. ട്രാൻസ് കീറ്റോലേസ് ആണ് ആദ്യം വരിക. ഇപ്പോൾ 2 കാർബൺ മോയിറ്റിയാണ് ആ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. കാരണം കീറ്റോ ഗ്രൂപ്പുള്ള ആ മോയിറ്റിയാണ് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്ഫർ ആയിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ മോളിക്യൂളിൻ്റെ പേരാണ് സീറോഹെപ്റ്റുലോസ് 7-ഫോസ്ഫേറ്റ്. എന്തുകൊണ്ടാണ് 7-ഫോസ്ഫേറ്റ് ആയത്? അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 7 കാർബൺ കാണും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 7 കാർബൺ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് 7-ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വരുന്ന എൻസൈമിൻ്റെ പേരാണ് ട്രാൻസ് ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസ് ആൽഡിഹൈഡ്സിൻ്റെ പ്രത്യേകത, അത് 3 കാർബൺ മോയിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്. 3 കാർബൺ മോയിറ്റി എവിടെ നിന്നാണ് വരുന്നത്, ഏത് മോളിക്യൂളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്തത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട സ്ട്രക്ചറിൽ നിന്നും ഓക്കെ, അതൊരു നമ്മുടെ സീറോഹെപ്റ്റുലോസ് 7-ഫോസ്ഫേറ്റ് ഉണ്ട്. അതിൽ മേളത്തെ ഭാഗം ഞാനിവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്യാണ്. ആ ഒരു ഭാഗമാണ് ഈ 3 കാർബൺ മോയിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ഇനി 3 കാർബൺ ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ 3 കാർബൺ മോയിറ്റി ട്രാൻസ്ഫറിൽ സംഭവിക്കാൻ പോകുന്ന ചേഞ്ച് ഈ ഒരു മോളിക്യൂളിൻ്റെ അഡീഷൻ ആയിരിക്കും. അതെങ്ങോട്ടേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ബോക്സിലകത്ത് വരച്ച സെയിം സ്ട്രക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓക്കെ, അതാണ് നമ്മുടെ 3 കാർബൺ മോയിറ്റി. ഞാൻ ഒന്നുകൂടി അത് എടുത്ത് കാണിക്കാം. ഇപ്പോൾ CH2 C+COH ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ സീറോഹെപ്റ്റുലോസിൽ ആദ്യം കാണിച്ച പാർട്ടാണ് ആ മോയിറ്റി. ഇതാണ് നമ്മുടെ 3 കാർബൺ മോയിറ്റി എന്ന് പറയുന്നത്. ഇനി അത് ആരിലോടാണ് ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലോട്ടാണ് ആളെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറോഹെപ്റ്റുലോസിൻ്റെയും പിന്നെ രണ്ടാമത്തെ ഭാഗം ഗ്ലിസറാൽഡിഹൈഡിൻ്റെയും ആണെന്ന് മനസ്സിലാവും. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ ഈ ഒരു C+O എന്തായിട്ട് വീണ്ടും ചേഞ്ച് ആവും, COH ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് COH. ഒരു ചെറിയ ചേഞ്ച് വരുന്നത് അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാകും. ഓക്കെ, അതായത് OH ഈ കേസിൽ താഴത്ത് മാറാൻ നേരത്ത് OH റൈറ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ടാകും. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ മേലുള്ളത് ഇവയായിരിക്കും. OH കൂടിയാണല്ലോ, അത് പതുക്കെ അപ്പുറത്തെ സൈഡിലോട്ട് വരും. അതാണ് താഴത്ത് വരച്ചിരിക്കുന്ന വന്നപ്പോൾ കണ്ടുള്ള ഒരേ ചേഞ്ച്. ഓക്കെ, ആ OH താഴത്ത് ഇവിടെ വരും. അതേസമയം മോളിക്യൂൾ എക്സാക്ട്ലി സെയിം ആണ്. മേളിൽ കണ്ട നമ്മുടെ ഗ്ലിസറാൽഡിഹൈഡ് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് C+O മാറിയിട്ട് OH ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് വരുന്ന ഒരു ചേഞ്ച്. ബാക്കി സ്ട്രക്ചർ എല്ലാം സെയിം ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു 3 കാർബൺ മോയിറ്റി എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലായത് സീറോഹെപ്റ്റുലോസിൽ നിന്ന് വന്ന 3 കാർബൺ മോയിറ്റിയാണ്. അപ്പോൾ 3 കാർബൺ മോയിറ്റി സീറോഹെപ്റ്റുലോസിൽ നിന്നും വന്നു. പിന്നെ ഒരു 3 കാർബൺ വന്നിരിക്കുന്നത്, അതായത് ബാക്കി റിമൈനിങ് എന്ന് പറയുന്ന ഗ്ലിസറാൽഡിഹൈഡ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന സാധനമാണ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന എൻസൈമിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, ട്രാൻസ് ആൽഡുലേസ് ആണ് ഇതിൻ്റെ ഇടയിൽ വന്ന എൻസൈമിൻ്റെ പേര്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ബാക്കി സാധനം എവിടെ നിന്നാണ് വന്നേ? അത് വന്നിരിക്കുന്നത് സിഡോഹെപ്റ്റലോസിൻ്റെ റിമൈനിങ് പാർട്ട് തന്നെയാണ്. അപ്പോൾ സിഡോഹെപ്റ്റലോസിൻ്റെ താഴത്തേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് തൊട്ട് താഴത്ത് കിടക്കുന്നത്. അത് തന്നെയാണ്, ആ സ്ട്രക്ചർ തന്നെയാണ് എറിത്രോസ് 4-ഫോസ്ഫേറ്റ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അതിലെന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ഒരേ ഒരു ചേഞ്ചാണ്. ഇപ്പോൾ OH എന്ന് പറയുന്ന സ്ഥലത്ത് ഡബിൾ ബോണ്ട് O ആയിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടോ? ആ ഒരു ചേഞ്ച് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ആ സ്ട്രക്ചറിൻ്റെ പേര് എറിത്രോസ് ഫോസ്ഫേറ്റ് ആണ്. എറിത്രോസ് 4-ഫോസ്ഫേറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ എറിത്രോസ് 4-ഫോസ്ഫേറ്റ് ശരിക്കും സിഡോഹെപ്റ്റലോസിൻ്റെ റിമൈനിങ് പാർട്ടാണ്. ബാക്കി മേളത്തെ പാർട്ട് എങ്ങോട്ടൊക്കെയാണ് പോയെന്നുള്ളത് നമ്മൾ കണ്ടു. അത് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 6-ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അതെല്ലാം മോണോഫോസ്ഫേറ്റ് ആണ്. അല്ലേ, ബൈഫോസ്ഫേറ്റ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നമ്മളത് പറഞ്ഞു പോയത്. ഇനി വീണ്ടും ട്രാൻസ്കീറ്റോലേസ് വരും. അപ്പോൾ ട്രാൻസ്കീറ്റോലേസ് വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണ്? അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് 2 കാർബൺ മോയിറ്റിൻ്റെ ട്രാൻസ്ഫർ ആണ് വരിക. ഇനി ഏതാണ് ആ 2 കാർബൺ മോയിറ്റി? CH2OH C ഡബിൾ ബോണ്ടോ. അപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിൽ നിന്നും ആ ഒരു 2 കാർബൺ മോയിറ്റി പോവുകയാണ്. ഇത് അവിടെ നിന്ന് പോവും. അത് കൂടാതെ ഈ ഒരു പാർട്ടും പോവും. എന്നിട്ട് തിരിച്ച് നമുക്ക് എന്താണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത്, അതായത് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആ സ്ട്രക്ചർ ഫോം ചെയ്യണം. അപ്പോൾ ട്രാൻസ്കീറ്റോലേസിൻ്റെ പ്രസൻസിൽ 2 കാർബൺ മോയിറ്റി പോകും ഫ്രം ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. എന്നിട്ട് നമുക്ക് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് കിട്ടും.